നീത റൂമിൽ തന്നെയായിരുന്നു. എല്ലാവരും ഹോസ്പിറ്റലായതുകൊണ്ടും സോഫിക്ക് എന്താകുമെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ടും നീതിയെന്ന് ഡിസ്ചാർജ് ആക്കിയില്ലായിരുന്നു. നീതയുടെ പപ്പ റൂമിലേക്ക് വന്നു. എന്തായി പപ്പ, അവൾ ചത്തോ? ഒരു ദാക്ഷിണ്യം കൂടാതെ നീത ചോദിച്ചു. മോളെ, ഇങ്ങനെയൊന്നും പറയരുത്. ഒന്നുമല്ലെങ്കിലും അതൊരു ജീവനല്ലേ, കർത്താവിന് നിരക്കുകയില്ല. സ്വരം ഉയർത്തി പപ്പ പറഞ്ഞു. അത് ശരിയാണ് പറഞ്ഞത്. അവൾ നിനക്ക് ദ്രോഹമൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ നിനക്ക് ആദ്യമേ നിന്റെ കുഞ്ഞിനെ ഇഷ്ടമല്ലായിരുന്നല്ലോ. അതൊരു പൊടിക്കുഞ്ഞല്ലേ, കുട്ടികൾക്ക് എന്തറിയാൻ. നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിനക്കിപ്പോൾ ഈ ഗതി വരില്ലായിരുന്നു. ആ കുഞ്ഞിനെ നിന്റെ കൂടെ ഇരുത്തിയല്ലേ അവൾ പോയത്. അപ്പോൾ നീ വേണമായിരുന്നു ശ്രദ്ധിക്കാൻ. ഇതിപ്പോൾ എല്ലാം സംഭവിച്ചിട്ട് പിന്നെയും അവളെ കുറ്റം പറയുന്നു. ഇങ്ങനൊരു പാതകം ചെയ്യാൻ അവൾക്ക് മനസ്സിൽ തോന്നിയെങ്കിൽ അതിന് കാരണക്കാരി നീ തന്നെയാണ്. നിന്റെ കുശുമ്പിനും അസൂയയ്ക്കും ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. പക്ഷേ ഇതല്പം കൂടിപ്പോയി മോളെ. ശത്രുവാണെങ്കിലും ഈ ഒരവസ്ഥയിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്തായി അവൾക്ക്, ഓർമ്മ വന്നോ? മമ്മി ചോദിച്ചു പപ്പായോട്. മമ്മി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ നീത മമ്മിയെ രൂക്ഷമായി നോക്കി. അവൾക്ക് ഓർമ്മ വന്നു. ആൽബി വന്നിട്ടുണ്ട്. എമർജൻസി ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. എത്ര സമയമായി അവൾ ബോധമില്ലാതെ കിടക്കുന്നു. പാവം, സർജറി കഴിഞ്ഞു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. BP ലോ ആയി പോയതാ. ഇങ്ങനെയാകാൻ കാരണമെന്ന് പെട്ടെന്നുള്ള ഷോക്കും. സണ്ണീസിൻ്റെ വീട്ടിലേക്കാണ് കൊച്ചിനെ കൊണ്ടുപോയിരിക്കുന്നത്. അവർ ഇനി ഒരു നിമിഷം ഇവിടെ നിർത്തില്ലെന്ന് പറഞ്ഞത് ആൽബിയോട് അവൾ പറഞ്ഞതാണ്. ആൽബി പോയിട്ടുണ്ട് സണ്ണീസിൻ്റെ വീട്ടിലേക്ക്. എബിയും കൂട്ടത്തിൽ പോയി. ഇനി എന്താകുമോ എന്തോ. പപ്പ പറഞ്ഞു കിട്ടി വിശ്വാസം വരാതെ നീത വാ വിളിച്ചു. അവൻ അവിടെ നിന്നും കെട്ടിയെടുത്തോ? നന്നായി. ഇനി പേക്കൊത്ത് കാണേണ്ടി വരുമല്ലോ കർത്താവേ, നീത ഉള്ളിൽ പറഞ്ഞു. ഇതേ സമയം ആൽബിയും എബിയും വല്യപ്പച്ചൻ്റെ വീട്ടിലേക്കെത്തി. സിസിലെ വിവരം അറിയിച്ച് അവൾ അവിടെ നിന്നും വന്നിരുന്നു. ഡോർബെല്ലടിച്ചപ്പോൾ വല്യപ്പച്ചൻ വന്ന് വാതിൽ തുറന്നു. അവർ കിടന്നിരുന്നു. മുന്നിൽ നിൽക്കുന്ന ആൽബിയെ കണ്ട് വല്യപ്പച്ചൻ അന്താളിച്ചു നോക്കി. ആൽബി, നീ? വല്യപ്പച്ചൻ അതിശയത്തോടെ ചോദിച്ചു. വല്യപ്പച്ച, സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. മോനെവിടെ? എനിക്കവനെ കൊണ്ടുപോയേ പറ്റൂ. ആൽബി സ്വരം കടുപ്പിച്ചു പറഞ്ഞു. എന്താ മോനെ, എന്തുണ്ടായത്? വല്യമ്മച്ചി അവരെ കണ്ട് ചോദിച്ചു. വല്യമ്മച്ചി, നിങ്ങൾ മോനെയും കൊണ്ട് അവിടെ നിന്നും പോന്നപ്പോൾ സോഫി ആത്മഹത്യക്ക് ശ്രമിച്ചു. കയ്യിലെ ഞരമ്പ് മുറിച്ച് അവൾ ഹോസ്പിറ്റൽ ICUവിലാണ്. വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്നും പുറപ്പെട്ടു. അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. മോന് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ആൽബി പറഞ്ഞു കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു നിന്നു. ഇത് കേട്ടുകൊണ്ടാണ് ഉറക്കച്ചടവോടെ അകത്തുനിന്നും വന്നത് സിസിലി. എന്താ പറഞ്ഞത്? സോഫി? അവൾ എബിയെ നോക്കി. അത് ചേച്ചി, അവൾക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഞങ്ങളെല്ലാവരും ഇതുവരെ മുൾമൊനയിലായിരുന്നു. ആൽബി വിളിച്ചപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. കുഞ്ഞിനെ കാണണമെന്നും വാശിയിലാണിപ്പോൾ അവൾ. സർജറി കഴിഞ്ഞു. പെട്ടെന്നുണ്ടായ ഷോക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും. എബി മുഴുവൻ പറയാതെ നിർത്തി. പോകാം മോനെ നമുക്ക്. മേഴ്സിയുടെ ധിക്കാര ശബ്ദം പിടിക്കാതെ പോകുന്നതാണ് ഞങ്ങൾ. ഇനിയും മോനെ അവിടെ നിർത്തിയാൽ ശരിയാകത്തില്ല. എൻ്റെ മോൻ്റെ കുഞ്ഞ് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും സുരക്ഷിതനായി ഇവിടെ വളരും. സോഫിയോട് ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞതാണ്. നീ വരുമ്പോൾ നമുക്കെല്ലാം പറഞ്ഞ് സംസാരിക്കാമെന്നും പറഞ്ഞു. പക്ഷെ അവൾ കൂട്ടാക്കിയില്ല. നിന്നെ കുറേ വിളിച്ചു. ഞങ്ങളെല്ലാവരും ഫോണിൽ കിട്ടിയില്ല. ഞങ്ങളുടെ മോൻ്റെ ഭാര്യയായിരുന്നു അവൾ. അതിനേക്കാൾ ഉപരി അവൾ ഞങ്ങളുടെ മകളായിരുന്നു. അതുപോലെ തന്നെയാണ് അവൾ ഞങ്ങളെയും കണ്ടിരുന്നത്. നിറമിടികൾ തുടച്ചുകൊണ്ട് വല്യപ്പച്ചൻ പറഞ്ഞു. മോനെ എടുക്ക്, നമുക്ക് ഇവിടെ കൂടെ പോകാം. വാതിൽ പോട്ട്. വല്യപ്പച്ചൻ സിസിലിയെ നോക്കി പറഞ്ഞു. വല്യമ്മച്ചി കരയുകയായിരുന്നു. പാവം, അവളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞു കാണില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കുഞ്ഞിനെ അവളെ കൂടെ കൊണ്ടുവന്നാൽ മതിയെന്ന്. വല്യമ്മച്ചി കുറ്റപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു. ഇനി സംസാരിച്ചിട്ട് നിന്നാൽ ശരിയാവില്ല. നീ പോയി വേഗം മോനെ എടുത്തിട്ട് വാ. വല്യപ്പച്ചൻ ശബ്ദമുയർത്തി. വേഗം അകത്തേക്ക് പോയി ഡ്രസ്സ് മാറി മോനെ എടുത്തു. നല്ല ഉറക്കത്തിലായിരുന്നു മോൻ. മോനെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നതായിരുന്നു കരുതിയിരുന്നത് ആൽബി. അവന് ആശ്വാസമായി. ഒരു വഴക്കൊഴിവായല്ലോ. വിവരം ഞങ്ങളെ അപ്പോൾ തന്നെ വിളിച്ചു പറയാമായിരുന്നില്ല എബി. ഞങ്ങൾ മോനെയും കൊണ്ട് വരുമായിരുന്നല്ലോ. വല്യപ്പച്ചൻ എബിയെ നോക്കി ചോദിച്ചു. മമ്മി അങ്ങനെ പറഞ്ഞപ്പോൾ വല്യപ്പച്ചൻ ദേഷ്യത്തിലാണല്ലോ പോയത്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. എല്ലാവരും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ലായിരുന്നു, എബി പറഞ്ഞു. സിസിലി മോനെ കൊണ്ടുവന്നപ്പോൾ അവനെ വാരിയെടുത്തു ആൽബി. അപ്പയുടെ ചക്കരേ, അമ്മയുടെ അടുത്ത് പോവാ. നിറഞ്ഞ കണ്ണുകളോടെ ആൽബി അവനെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. ഉറക്കത്തിൽ നിന്നും ഉണർന്ന് എല്ലാവരെയും കണ്ടപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങി. വാ പോകാം, ഷർട്ട് ഇട്ടുകൊണ്ട് വല്യപ്പച്ചൻ പറഞ്ഞു. എല്ലാവരും വണ്ടിയിൽ കയറി. എബി വണ്ടി സ്റ്റാർട്ടാക്കി. ആൽബി മോനെയും എടുത്തുകൊണ്ട് കയറി. വല്യപ്പച്ചനും വല്യമ്മച്ചയും സിസിലിയും ബാക്കിൽ കയറി. വണ്ടി ഹോസ്പിറ്റലിലെത്തി. എല്ലാവരും ഇറങ്ങി. മേഴ്സി മോനെ കണ്ട് മുഖം വീർപ്പിച്ചു. ആരോടും ഒന്നും പറയാതെ നിന്നു. വല്യപ്പച്ചൻ അനിയൻ്റെ അടുത്തേക്ക് ചെന്നു. നിനക്ക് എന്നെ ഒന്ന് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ? ഏട്ടാ, ഏട്ടൻ ദേഷ്യപ്പെട്ടു പോയപ്പോൾ
അനിയൻ വാക്കുകൾ കിട്ടാതെ നിന്നപ്പോൾ ഏട്ടൻ അനിയനും ചേർത്ത് പിടിച്ചു. ആൽബി മോനെ അകത്തേക്ക് കയറി. സോഫി കാത്തു കിടക്കുകയാണ്. മോനെ കണ്ട് അവൾ ചാടി എഴുന്നേറ്റു. സോഫി പതിയെ, ആൽബി പറഞ്ഞു. മോൻ അവളെ കണ്ട് കുടുകുടാ ചിരിച്ചു. അത്ര നേരം അമ്മയെ കാണാതെ ഇരുന്ന അവൻ ചുണ്ട് കൂർപ്പിച്ച് പരിഭവം പറയാൻ ശ്രമിച്ചു. കൈ ചൂണ്ടി ആൽബിയെ കാണിക്കുന്നുണ്ട്. സോഫിയുടെ നെഞ്ചിൽ മോനെ കിടത്തി വലുത് കൈ കൊണ്ട് മോനെ ചുറ്റിപ്പിടിച്ച് ഉമ്മ വെച്ചു സോഫി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇടത് കൈ അനക്കാൻ പറ്റാത്തത് കൊണ്ട് ആൽബി മോനെ പിടിച്ചു നിന്നു. ആൽബി നിൽക്കുന്ന കണ്ട് ഒരു സിസ്റ്റർ ചെയർ എടുത്തിട്ട് വന്നു. ആൽബി അതിലിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സോഫിയും കരയുകയായിരുന്നു. എൻ്റെ പൊന്നു മോനെ, അമ്മയോട് ക്ഷമിക്കടാ. അന്നേരത്തെ അമ്മയുടെ ചിന്തയിൽ തോന്നിപ്പോയൊരബദ്ധം. എൻ്റെ പൊന്നുമോനെ കാണാൻ പറ്റില്ലായിരുന്നു ഒരിക്കലും. മാതാവിന് തോന്നിക്കാണും ഞാനും കൂടി പോയാൽ എൻ്റെ കുഞ്ഞിന് ആരുമില്ലാതെ ആകുമല്ലോ എന്ന്. മാതാവേ ക്ഷമിച്ചേക്കണേ. മോൻ പാല് കുടിക്കാൻ തപ്പാൻ തുടങ്ങി. ആൽബി അത് കണ്ട് സോഫിയെ നോക്കി. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, കുഞ്ഞിന് പാല് കൊടുക്കാമോന്ന്? ഇഞ്ചക്ഷൻ ഉണ്ടാകും നിനക്ക്. കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലോ? ആൽബി മോനെ എടുത്ത് എഴുന്നേറ്റു. സിസ്റ്ററുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. തിരിച്ച് സോഫിയുടെ അടുത്തേക്ക് വന്നു. സിസ്റ്റർ അവിടെ അടുത്തേക്ക് വന്നു. പാല് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല ഡോക്ടർ പറഞ്ഞത്. അവർ സൈഡിൽ മറച്ചു വയ്ക്കുന്ന കട്ടൻ വലിച്ചിട്ട് കൊടുത്തു. സോഫി മോന് പാല് കൊടുത്തു. കുഞ്ഞ് പെട്ടെന്നുറങ്ങി. ആൽബി അവളുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു. ഇവിടെ അധികം നിൽക്കാൻ പാടില്ല. ഞാൻ മോനുമായി പുറത്തുണ്ടാകും. പേടിക്കണ്ട കേട്ടോ, എല്ലാവരും പുറത്തുണ്ട്. ആൽബി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കണ്ടു, അപ്പച്ചനും ഞാൻ സിൻസിയും പപ്പായും വന്നിരുന്നു എന്നെ കാണാൻ. മമ്മി ഇപ്പോഴും ദേഷ്യത്തിലാകും അല്ലേ ചയ? സോഫി അവനെ നോക്കി ചോദിച്ചു. വല്യപ്പച്ചനും വല്യമ്മച്ചിയും ചേച്ചിയും എല്ലാം വന്നിട്ടുണ്ട്. നീ പേടിക്കാതെ, മമ്മി ദേഷ്യത്തിൽ തന്നെയാണ്. അതൊക്കെ ഞാൻ ഏറ്റു. നീ അതൊന്നും കാര്യമാക്കണ്ട. ഞാനും ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ആൽബിയുടെ മുഖം ചുവന്നു. ഈ ചയ വഴക്കിനൊന്നും പോകല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. സോഫി അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ തോളിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞിരുന്നു മോൻ. സമാധാനമായി കിടന്നുറങ്ങാൻ നോക്ക്. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. നാളെ റൂമിലേക്ക് മാറ്റുമല്ലോ, എന്നിട്ട് സംസാരിക്കാം. എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ പുറത്തുണ്ട്. ആൽബി മോനെ എടുത്ത് പോകുന്നത് നോക്കി കിടന്നു അവള്. ആൽബി പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുകയായിരുന്നു. മോനെ, മോളെന്ത് പറഞ്ഞു? വല്യമ്മച്ചി ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മോൻ പാല് കുടിച്ചു. സോഫിയെ കണ്ടപ്പോൾ അവന് നിർബന്ധം. ആൽബിയുടെ കയ്യിലും നാൻസി കുഞ്ഞിനെ വാങ്ങി. ഇനി എല്ലാവരും കൂടി നിൽക്കേണ്ട കാര്യമില്ല. എബി, നീ ഇവരെ കൂട്ടിപ്പയ്ക്കോ, ഞാനിവിടെ നിൽക്കാം, ആൽബി പറഞ്ഞു. ഞാനും മോളും ഇവിടെ നിൽക്കാം, സോഫിയുടെ അപ്പച്ചൻ പറഞ്ഞു. ആൽബി, മോനെ നാളെ രാവിലെ നേരത്തെ കൊണ്ടുവരാം. ഇവിടെ അവന് ഉറക്കം ശരിയാകില്ല. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. നീ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി വാ, ഞാൻ ഇവിടെ നിൽക്കാം. അമ്മച്ചി നാൻസി മോളെ കൂട്ടി വീട്ടിൽ പോയിക്കോ. രാവിലെ കുഞ്ഞിനെ ഫുഡ് കൊടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി, സിസിൽ പറഞ്ഞു. ആൽബി അത് സമ്മതിച്ചില്ല. ഞാൻ ഇവിടെ നിൽക്കും. മോനെ ഇവിടെ നിർത്തുന്നത് ശരിയല്ല. ഒരു കാര്യം ചെയ്യാം, അപ്പച്ചനെ കൊണ്ട് പോയിക്കോ. ചേച്ചി പോയിക്കോ, നാളെ വന്നാൽ മതി, ആൽബി പറഞ്ഞു. പപ്പ മമ്മിയോട് ചോദിച്ചു. നീ വീട്ടിൽ പോകുന്നുണ്ടോ? അതോ? എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ, അവൻ എന്തിനും പോന്നവനായല്ലോ, മമ്മി സ്വരം കടുപ്പിച്ചു പറഞ്ഞു. ഞാൻ ഇതമുള്ള റൂമിലുണ്ടാകും. മമ്മി അതും പറഞ്ഞ് നീതയുടെ റൂമിലേക്ക് പോയി. അപ്പോഴാണ് എബി ആ കാര്യം ഓർത്തത് തന്നെ. ശരിയാണ്, ഇവിടെ ഉണ്ടല്ലോ നീത. പെട്ടെന്നുണ്ടായ കാര്യങ്ങളിൽ മനസ്സുടക്കിയത് കൊണ്ട് അവളെക്കുറിച്ച് ഓർത്തില്ല. ഇനി എന്തൊക്കെ പുകിലാണാവോ ഉണ്ടാകുന്നത്. ഞാൻ നീതയുടെ അടുത്ത് പോയിട്ട് വരാം, വീട്ടിൽ കൊണ്ടാക്കാം കേട്ടോ വല്യപ്പച്ച, എബി പറഞ്ഞു. ഞങ്ങൾ വരുന്നില്ല മോനെ, അവൾക്ക് ദേഷ്യം വരും, വല്യപ്പച്ചൻ പറഞ്ഞു. എബി റൂമിലേക്ക് നടന്നു. വിചാരിച്ചതുപോലെ തന്നെ നിത കാലിപ്പിളകിയിരിപ്പാണ്. ഭാര്യ ഇവിടെ ഉണ്ടെന്ന വിചാരം പോലും ഇല്ലാതെ ഇത്രയും നേരം എവിടെയായിരുന്നു എബി? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. സോറി നിത, സോഫി, എബി പറഞ്ഞു. പിന്നെ സോഫി, അവൾ കാണും സ്വന്തം കൊച്ചു പോയി. എന്നിട്ടും ഞാനൊന്നും പറയുന്നില്ല. എവിടെയെങ്കിലും പോയിക്കോ. നിത തിരിഞ്ഞു കിടന്നു. ഞാൻ വീട്ടിൽ പോകുന്നു, നാളെ കാലത്ത് വരാം, ആരോടും ഇല്ലാതെ പറഞ്ഞു എബി. അവർ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവർ എല്ലാവരെയും കൊണ്ടുപോയി ആക്കി പപ്പയും എബിയും വീട്ടിലേക്ക് തിരിച്ചു. റൂമിൽ വന്ന് ഷട്ടൂരിയിട്ട് കുളിക്കാനുള്ള ടവലെടുത്ത് എബി ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞിറങ്ങി മുടി ചീകുമ്പോഴാണ് നീതയുടെ ഫോൺ കണ്ടത്. വെറുതെ അത് എടുത്ത് നോക്കി എബി. ഒരു നമ്പറിൽ നിന്നും തന്നെ കുറേ മിസ് കോൾ കിടക്കുന്നുണ്ട്. ഷീജി ആരാ ഇത്? ഇത്ര അത്യാവശ്യമായി വിളിക്കാൻ മാത്രം എന്തെങ്കിലും കാര്യം കാണും. ഫോൺ അവിടെ വെച്ച് തിരിയുമ്പോഴാണ് മെസ്സേജ് വരുന്നത്. സദാ മെസ്സേജ് ആയതുകൊണ്ട് കമ്പനിക്കാരാകുമെന്ന് വിചാരിച്ചു എബി. പിന്നെയും മെസ്സേജ്. അവൻ ഫോൺ എടുത്ത് നോക്കി. ഷീജി എന്ന നമ്പറിൽ നിന്ന് തന്നെ മെസ്സേജും. എബി മെസ്സേജ് ഓപ്പൺ ആക്കി. എന്തായി? നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യം നടന്നോ? നീ ആ മെഡിസിൻ കഴിച്ചോ? എത്ര സമയമായി നിന്നെ ഞാൻ വിളിക്കുന്നു? ടെൻഷൻ കാണാൻ ഉറങ്ങാൻ പറ്റുന്നില്ലടി. മെസ്സേജ് വായിച്ച എബിയുടെ മനസ്സിൽ കൊള്ളിയൻ മിനി.
എബി സംശയത്തോടെ എല്ലാ മെസ്സേജും ഓപ്പണാക്കി നോക്കി. ഒരു കാര്യം മനസ്സിലായി അവന്. നിത എന്തോ മരുന്ന് കഴിച്ചിരിക്കുന്നു. എന്തു മരുന്നായിരിക്കും? അവൻ ബെഡിലിരുന്നു വീണ്ടും വീണ്ടും മെസ്സേജുകളിലൂടെ കണ്ണുകൾ ഓടിച്ചു. തിരിച്ചൊരു മെസ്സേജ് അയക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. എബി പെട്ടെന്ന് ടൈപ്പ് ചെയ്തു. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. ഞാൻ ഹോസ്പിറ്റലായി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മെസ്സേജ് സെൻഡാക്കി കാത്തിരുന്നു എബി. റിപ്ലൈ വരുമോ എന്ന്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നു. സമാധാനമായി. ആർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ. എനിക്ക് കാശിന് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഈ ചതിക്ക് കൂട്ടുന്നത്. കർത്താവിന് നിരക്കാത്ത പാവാണ്. എൻ്റെ ബാക്കി കാശിൻ്റെ കാര്യം മറക്കരുത്. അല്ല, നീ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചെക്ക് ചെയ്തില്ലേ? ബ്ലഡ് പരിശോധിച്ചാൽ അറിയും നീ മെഡിസിൻ കഴിച്ചത്. എന്തുണ്ടായത്? വിശദമായി പറ. മെസ്സേജ് വായിച്ച് എബി ഞെട്ടിയിരുന്ന് പോയി. അതെ, അപ്പോൾ അവളെ കുഞ്ഞിനെ സ്വയം ഇല്ലാതാക്കിയതാണ്. എന്നിട്ട് പാവം മനുമോൻ്റെ പേരിലാക്കി. കുടുംബം ഒന്നടക്കം ചിതറിപ്പോകാൻ മാത്രമുള്ള ബോംബ് പൊട്ടിച്ചു. പാവം സോഫി. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നുവെങ്കിൽ കർത്താവേ. അറിയാതെ എബി ഉറക്കെ വിളിച്ചു പോയി. അവൻ്റെ മിഴികൾ നിറഞ്ഞു. ഇതിനവൾ അനുഭവിക്കണം. നിത അവളെ അവൻ്റെ കൈ തരിച്ചു. അവൻ മുഷ്ടി ചുരുട്ടി ബെഡിലിടിച്ചു. ദേഷ്യം കൊണ്ട് വിറച്ചു എബി. മെസ്സേജ് അയച്ചു എബി. എല്ലാം വിശദമായി നാളെ കാലത്ത് പറയാം. ഫോൺ എടുത്തു വെച്ചു. കിടന്നിട്ടും അവൻ ഉറക്കം വന്നില്ല. സമയം 3 മണിയായിരുന്നു. കുറേ നേരം ഓരോന്നും ഓർത്ത് കിടന്ന് എപ്പോഴും അവൻ ഉറങ്ങിപ്പോയി. വാതിൽ മുട്ടുകേട്ട് എബി കണ്ണുകൾ തുറന്നു നോക്കി. സമയം 9 മണിയാകുന്നു. ഇത്ര നേരമായോ? എബി വേഗം വാതിൽ തുറന്നു. മേരി ചേച്ചിയായിരുന്നു. കുഞ്ഞെ, പപ്പ വിളിക്കാൻ പറഞ്ഞു. മേരി ചേച്ചിയുടെ മുഖത്ത് വിഷമമുണ്ടായിരുന്നു. പപ്പയെല്ലാം പറഞ്ഞു കാണും. വിഷമിക്കേണ്ട കുഞ്ഞ്, ഇനിയും സമയമുണ്ട്. ഇത് നമുക്ക് വിധിച്ചതല്ലെന്ന് കരുതിയാൽ മതി. മേരി ചേച്ചി പറഞ്ഞത് ശരിയാണ്. എബി അവരെ നോക്കി ചിരിച്ചു. മേരി ചേച്ചി, എനിക്കൊരു ഗ്ലാസ് ചായ വേണം. ചേച്ചിയുടെ പനി മാറിയോ? എബി ചോദിച്ചു. മേലുവേദനയുണ്ട് കുഞ്ഞെ. അവിടെ ഇരുന്നാൽ ഇരിപ്പുറക്കില്ല. അതുകൊണ്ട് മരുന്ന് കഴിച്ചു പോന്നു എൻ്റെ സോഫി മോള്. അവരുടെ വാക്കുകൾ ഇടറിപ്പോയി. കേവലം അവർക്കുള്ള സ്നേഹം പോലും ഇല്ലാതെ പോയി നിത. ദുഷ്ട, എബി മനസ്സിലോർത്തു. ചേച്ചി, ചായ എടുത്തിട്ട് വരാം. മേരി ചേച്ചി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് താഴേക്കിറങ്ങി. എബി പെട്ടെന്ന് വാഷ്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. അപ്പോഴേക്കും ടേബിളിൽ ചായ വെച്ചിട്ട് മേരി ചേച്ചി പോയിരുന്നു. എബി മുടി ചീകി കണ്ണാടിയിൽ നോക്കി. ഒരു ദിവസത്തെ അലച്ചിൽ വല്ലാതെ ഉലച്ചു കളഞ്ഞു തന്നെ. അവൻ തിരിയുമ്പോഴാണ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഗുളികയുടെ കവർ കണ്ടത്. അവനത് എടുത്തു നോക്കി. നീത കഴിക്കുന്ന വിറ്റാമിൻ ഗുളികയല്ല, ഈ ഗുളികയായിരിക്കും തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. അവൻ്റെ മുഖം ചുവന്നു. അതെടുത്ത് വെച്ചു. ചായ കുടിച്ച് ഡ്രസ്സ് മാറി പാനിൻ്റെ പോക്കറ്റിൽ ഗുളികയുടെ കവർ എടുത്തിട്ട് നീതയുടെ ഫോണും പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഇറങ്ങി. പപ്പ താഴെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചായ കുടിക്കാം. മേരി ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട ചേച്ചി, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. എബി കാറിൻ്റെ കീ എടുത്തുകൊണ്ട് പറഞ്ഞു. ഞാനും വരാം മോനെ, പപ്പ പറഞ്ഞു. ഞാൻ ചെന്നിട്ട് ആൽബിയെ വിടാം. എബി പെട്ടെന്ന് പുറത്തേക്ക് പോയി. ഗേറ്റ് തുറന്ന് എബി കാർ സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി. ഹോസ്പിറ്റലിലെത്തി. നിധിയെ കാണിക്കുന്ന ഡോക്ടറെ അടുത്തേക്കാണ് എബി പോയത്. ഫാമിലി ഡോക്ടർ ആയതുകൊണ്ട് എബിയെ പെട്ടെന്ന് വിളിപ്പിച്ചു. ഡോക്ടർ, എനിക്കൊരു സംശയം. നിധി കുഞ്ഞിനെ ഇല്ലാതാക്കിയതാണോ എന്ന്. എബി വളച്ചു കിട്ടാതെ കാര്യം പറഞ്ഞു. എന്തേ എബി ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ? ഡോക്ടർ കസാരയിൽ നിന്ന് മുന്നോട്ട് ആഞ്ഞോണ്ട് ചോദിച്ചു. ഈ മെഡിസിൻ എന്തിന് കഴിക്കുന്നതാണെന്ന് ഒന്ന് പറയാമോ? പോക്കറ്റിൽ നിന്നും ഗുളികയുടെ കവർ എടുത്തു കൊടുത്തു. ഡോക്ടർ അത് വാങ്ങി നോക്കി. ഓ മൈ ഗോഡ്, ഇത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതാണ്. ചില കേസുകളിൽ അബോർഷൻ നടത്തേണ്ട സാഹചര്യമുണ്ടാകും. അതിനെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഹോസ്പിറ്റലിൽ മാത്രമേ കിട്ടൂ, പുറത്ത് ലഭിക്കില്ലല്ലോ. ഇതെങ്ങനെ കിട്ടി? ഡോക്ടർ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഇത് കഴിച്ചാൽ അബോർട്ട് ആകുമോ? എബി ചോദിച്ചു. ആകും. അത്ര വീര്യം കൂടിയ മെഡിസിനാണിത്. 1 മണിക്കൂർ, അതിനുള്ളിൽ എല്ലാം കഴിയും, ഡോക്ടർ പറഞ്ഞു. ഇത് കഴിച്ചിട്ടാണോ അബോർഷൻ നടന്നത് എന്നറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എബി ചോദിച്ചു. ഉണ്ട്, ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയാൽ മതി. എന്താ എബി, ആരെങ്കിലും സംശയമുണ്ടോ? എബിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആരെങ്കിലും? ഡോക്ടർ സംശയത്തിൽ ചോദിച്ചു. അവൾ തന്നെ ഡോക്ടർ. അത് കാരണം എന്തൊക്കെ സംഭവിച്ചു? ഒരു കുടുംബം തന്നെ. എബിക്ക് ഇതപ്പോടാ പറഞ്ഞു. നമുക്ക് നോക്കാം, ബ്ലഡ് എടുക്കാൻ പറയാം. നീ ടെൻഷൻ ആവണ്ട, ഞാൻ രഹസ്യമായി അന്വേഷണം നടത്താം. റിസൾട്ട് വന്നിട്ട് പറയാം. നീ ഇപ്പോൾ അവളോടൊന്നും സംസാരിക്കണ്ട, റിസൾട്ട് വന്നിട്ട് നോക്കട്ടെ. എബി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. നേരെ ആൽബിയുടെ അടുത്തേക്ക് ചെന്നു. സിസിലി മോർണിംഗായി വന്നിരുന്നു. നാൻസിയും ഉണ്ട്. എബി സോഫിയുടെ വിവരം ചോദിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല എബി, റൂമിലേക്ക് മാറ്റുമോ ഇപ്പോൾ? ആൽബി പറഞ്ഞു. ആൽബി നല്ല സന്തോഷത്തിലായിരുന്നു. എന്തേബി നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? പോട്ടെ, ഇനിയും ഒരുപാട് സമയമുണ്ട്, നീ ടെൻഷൻ ആകാതെ. ആൽബി അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആൽബി, നമുക്ക് കുറച്ച് മാറി നിൽക്കാം, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ആൽബി അവൻ്റെ മുഖത്തേക്ക് നോക്കി. രണ്ടുപേരും വരാന്തയുടെ അറ്റത്തേക്ക് നടന്നു. എബി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീതിയുടെ ഫോൺ കാണിച്ചു കൊടുത്തു.
ആൽബി മെസ്സേജ് വായിച്ചു നോക്കി. ആൽബി തരിച്ചു നിന്നു. അവളെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോഫി ഇന്നലെ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു നിത പതിവില്ലാത്ത സ്നേഹം കാണിക്കുന്നുവെന്ന്. ഈ ഒരു ചതി മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവളെ ഇന്ന് ഞാൻ. ആൽബി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ എബി തടഞ്ഞു. ആൽബി കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യുക, റിസൾട്ട് വരട്ടെ. എന്നിട്ട് എബിയുടെ മുഖം വലിഞ്ഞു മുറുകി. ഇതേ സമയം ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് കൊണ്ടുപോയിരുന്നു. എബി അവിടെ തന്നെ നിന്നു.